കേരളത്തിലെ CPM-ന് പകരം വെക്കാനില്ലാത്ത വൈകാരിക പ്രതീകമാണ് സഖാവ് പുഷ്പൻ. തളർന്നു വീണിട്ടും ഇടത് യുവജന പ്രസ്ഥാനങ്ങൾക്ക് ആവേശമായി മാറിയ പോരാളി. അവശതയുടെ കിടക്കയിലായിരുന്നെങ്കിലും 3 പതിറ്റാണ്ടുകാലത്തെ പുഷ്പന്റെ ജീവിതം പോലും വലിയ പോരാട്ടമായിരുന്നു. സമാനതകളില്ലാത്ത സമര ചരിത്രം ബാക്കി വെച്ചാണ് പുഷ്പന്റെ മടക്കം. സഖാവ് പുഷ്പൻ പൊരുതുന്ന മനസ്സുകളിൽ ചെഞ്ചോര കൊണ്ട് കുറിച്ചിട്ട പേരാണത്. നവംബർ 25 കൂത്തുപറമ്പിൽ മനുഷ്യരക്തം പടർന്നൊഴുകിയ വെള്ളിയാഴ്ച നഗരവീതിയിൽ വെടിയേറ്റ് വീണത് 5 DYFI പ്രവർത്തകർ. കഴുത്തിന് പിന്നിൽ സുഷുപ്ന നാടി തകർത്ത് കടന്നുപോയൊരു വെടിയുണ്ട മേനപ്പുറം സ്വദേശി പുതുക്കുടി പുഷ്പനെ വീഴ്ത്തി. സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ DYFI സമരം പ്രഖ്യാപിച്ച കാലമായിരുന്നു അത്. അർബൻ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിമാരായ MV രാഘവനും N രാമകൃഷ്ണനും കൂത്തുപറമ്പിലേക്ക് വരുമെന്നറിയിച്ച ദിവസം മന്ത്രിമാരെ തടയാൻ സംഘടിച്ചെത്തിയത് 2000-ഓളം DYFI പ്രവർത്തകർ. പകൽ 11:55 MV രാഘവന്റെ വാഹനം ടൗൺ ഹാളിന് മുന്നിലെത്തി. പ്രതിഷേധവുമായി പാഞ്ഞെടുത്ത സമരക്കാർക്ക് നേരെ വെടിവെപ്പ്. 5 പേർ കൂത്തുപറമ്പിന്റെ മണ്ണിൽ മരിച്ചു വീണു. മരണത്തോട് പൊരുതി പുഷ്പൻ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. 3 പതിറ്റാണ്ട് കാലം CPM-ന്റെ കരുതലിൽ സഖാക്കളുടെ കൈപിടിച്ച് കെടാത്ത പോരാട്ട വീരത്തോടെ പുഷ്പൻ ജീവിച്ചു. ഒടുവിൽ മടക്കം. കാലമെത്ര കഴിഞ്ഞാലും സമരപഥങ്ങളിലെ കനലോർമ്മയായി പുഷ്പൻ സഖാക്കളുടെ മനസ്സിൽ ജീവിക്കുക തന്നെ ചെയ്യും.